അടുത്ത നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ടൂൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി എന്ന് പറയുന്ന ഒരു ടൂളാണ്. ഇതിന് മെയിനായിട്ട് ഇതിൽ രണ്ട് കോമ്പണൻസ് ആണുള്ളത്, റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും. ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. ഇവിടെയും നമ്മൾ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ഇവിടെ റിപ്പോയുടെയും റിവേഴ്സ് റിപ്പോയുടെയും ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ സെല്ലിംഗ് ആൻഡ് പർച്ചേസ് ഓഫ് സെക്യൂരിറ്റീസ് ആണ് ഇവിടെയും നടക്കുന്നത്. അതായത് മെയിനായിട്ടും the selling and purchasing of securities by the central bank is termed as repo as well as the reverse repo rate. എന്താണ് ഈ റിപ്പോ റേറ്റ് എന്നുള്ളത് നോക്കാം. ഇറ്റ് ഈസ് ദ റേറ്റ് ഇമ്പോസ്ഡ് ബൈ ദി സെൻട്രൽ ബാങ്ക് അപ്പോൺ ദി കൊമേഴ്സ്യൽ ബാങ്ക്സ് വെൻ ദേ ബോറോ മണി ഫ്രം ദി സെൻട്രൽ ബാങ്ക്. അതായത് സെൻട്രൽ ബാങ്കിൽ നിന്ന് കൊമേഴ്സ്യൽ ബാങ്ക് മണി ബോറോ ചെയ്യുമ്പോൾ ഇമ്പോസ് ചെയ്യുന്നത് റേറ്റിനെയാണ് നമ്മൾ റിപ്പോ റേറ്റ് എന്ന് പറയുക. Repo rate is the rate at which the central bank lends to the banks, and it was introduced in the year 1992. 1992 ഈ റിപ്പോ റേറ്റ് എന്നുള്ള ഒരു നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ RBI. ഇനി റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫേർഡ് ബൈ ദി സെൻട്രൽ ബാങ്ക് വെൻ ദി കൊമേഴ്സ്യൽ ബാങ്ക് പാർക്ക് ദിയർ എക്സസ് മണി വിത്ത് ദി സെൻട്രൽ ബാങ്ക്, ഓർ ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫേർഡ് ബൈ ദി സെൻട്രൽ ബാങ്ക് ടു ദി ബാങ്ക്സ് ഫോർ പാർക്കിംഗ് ഓർ ഡെപ്പോസിറ്റിംഗ് ഫണ്ട്സ് വിത്ത് ഇറ്റ്. അതായത് ഒന്ന് ലെൻഡ് ചെയ്യുമ്പം കൊടുക്കുന്നതാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ കൊമേഴ്സ്യൽ ബാങ്ക് ഫണ്ട് സെൻട്രൽ ബാങ്കിന് കൊടുക്കുമ്പോൾ ഉള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, അല്ലെങ്കിൽ അതിന് ചാർജ് ചെയ്യുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെയാണ് റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത്. ആൻഡ് ഡ്യൂറിംഗ് ദി ഡിഫ്ലേഷണറി പീരീഡ് സെൻട്രൽ ബാങ്ക് ഹൈക്സ് ബോത്ത് റിപ്പോ ആൻഡ് റിവേഴ്സ് റിപ്പോ റേറ്റ്. ആൻഡ് ഡ്യൂറിംഗ് ദി ഡിഫ്ലേഷണറി പീരീഡ് സെൻട്രൽ ബാങ്ക് lowers repo as well as the reverse repo rates. It will inject more liquidity into the system as a cut in the repo. അതായത് ഡ്യൂറിങ് ഡിഫ്ലേഷണറി പീരീഡ് ആണെങ്കിൽ നമുക്ക് കുറേ മണി സപ്ലൈ ആവശ്യമുണ്ട്. മണി സപ്ലൈ ആവശ്യമുള്ളപ്പം ബാങ്കേഴ്സ് ബോറോ ചെയ്യുന്ന സെൻട്രൽ ബാങ്ക് കൊമേഴ്സ്യൽ ബാങ്ക്സിന് കൊടുക്കുന്ന ലോണിൻ്റെ എമൗണ്ട് കുറയ്ക്കും, അല്ലെങ്കിൽ അതിൻ്റെ റേറ്റ് കുറയ്ക്കും. അപ്പോൾ കുറേ കൊമേഴ്സ്യൽ ബാങ്ക്സിന് കുറേ പൈസ അവിടെ നിന്ന് എടുക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ ഡിപ്രഷണറി അല്ലെങ്കിൽ ഡിഫ്ലേഷണറി പീരീഡിൽ ചെയ്യുക. അതുപോലെ എന്ത് ചെയ്യും, റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത് എന്താ, കൊമേഴ്സ്യൽ ബാങ്കിൻ്റെ കയ്യിലുള്ള ഫണ്ട് സെൻട്രൽ ബാങ്കിലേക്ക് പോകുന്നതാണ്. ഇവിടെ ലോവർ ചെയ്യുമ്പോൾ എന്താ, സെൻട്രൽ ബാങ്ക് കൊമേഴ്സ്യൽ ബാങ്കിൻ്റെ കയ്യിലുള്ള അധികം ഫണ്ടുകളൊന്നും സെൻട്രൽ ബാങ്കിലേക്ക് കൊടുക്കില്ല. അപ്പോൾ അവർ തന്നെ കീപ്പ് ചെയ്യാം, ആ ഇക്കോണമിയിലേക്ക് കൂടുതൽ ക്രെഡിറ്റ് ക്രിയേഷന് വേണ്ടി യൂസ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഡിഫ്ലേഷണറി പീരീഡിൽ ഉണ്ടാവുക. അതായത് ഡ്യൂറിങ് ദി പീരീഡ് ഓഫ് ഇൻഫ്ലേഷൻ സെൻട്രൽ ബാങ്കിലേക്ക് കൂടുതൽ പൈസ എത്താനും അതുപോലെ സെൻട്രൽ ബാങ്ക് റേറ്റ് കൂട്ടിക്കൊണ്ട് ഇക്കോണമിയിലേക്കുള്ള മണി സപ്ലൈ കുറച്ചുകൊണ്ടുമാണ് ഡിഫ്ലേഷണറി പീരീഡിൽ റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റിലും ചേഞ്ചസ് വരുത്തിക്കൊണ്ട് ഇൻഫ്ലേഷണറി അല്ലെങ്കിൽ ഡിഫ്ലേഷണറി പീരീഡിലെ കൺട്രോൾ ചെയ്യുന്നത്. ഇതാണ് ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. ഇനി അനദർ പോയിന്റ് അല്ലെങ്കിൽ അനദർ ടൂൾ എന്ന് പറയുന്നത് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റിയാണ്. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി ഇസ് ദ റേറ്റ് അറ്റ് വിച്ച് കൊമേഴ്സ്യൽ ബാങ്ക് ക്യാൻ ബോറോ ഫ്രം RBI ഇൻ ദെയർ ഡിസ്ക്രിപ്ഷൻ ഓവർനൈറ്റ് ഈവൻ വിത്തൗട്ട് പ്ലെഡ്ജിങ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. അതായത് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് പ്ലെഡ്ജ് ചെയ്യാതെ, ഈവൻ വിത്തൗട്ട് പ്ലെഡ്ജിങ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ദി RBI പ്രൊവൈഡ് സം ഫെസിലിറ്റീസ് ഓവർനൈറ്റ് ടു ദി കൊമേഴ്സ്യൽ ബാങ്ക്സ് ടു ബോറോ ഫണ്ട്സ്. ഇതിനെയാണ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഓവർനൈറ്റ് ലെൻഡിങ് റേറ്റ് ആണ് ദിസ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. ഇത് എമർജൻസി സിറ്റുവേഷൻസ്, അങ്ങനെ എന്തെങ്കിലും അക്യൂട്ട് ഷോർട്ടേജ് ഓഫ് ഫണ്ടൊക്കെ വരുന്ന സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്നതാണ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. During the period of inflation ആണെങ്കിൽ RBI will raise the MSF and lowers the rate of interest during the deflationary period. ഡിഫ്ലേഷണറി പീരീഡിലാണെങ്കിൽ എന്താ MSF റേറ്റ് കുറയ്ക്കുകയും ഇൻഫ്ലേഷണറി പീരീഡ് ആണെങ്കിൽ MSF റേറ്റ് കൂട്ടിക്കൊണ്ട് ഇക്കോണമിയിൽ ചേഞ്ചസ് വരുത്താൻ പറ്റും. ഇതാണ് നമ്മൾ മെയിനായിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് ഉണ്ട്, ക്വാളിറ്റേറ്റീവ് ടൂൾസ് ഉണ്ട്. അടുത്തത് നമ്മൾക്ക് നോക്കാനുള്ളത് ക്വാളിറ്റേറ്റീവ് ടൂൾസ് അല്ലെങ്കിൽ സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ് എന്നുള്ളതാണ്. സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ഇവിടെ നമ്മൾ
ആദ്യത്തേത് മണി സപ്ലൈനെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ദ ഡയറക്ഷൻ ഓഫ് ക്രെഡിറ്റ്, അതായത് ഏത് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് കൺട്രോൾ ചെയ്യുന്നത് സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സിൽ. അതിൻ്റെ ഓബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടു മിനിമൈസ് ഓർ എലിമിനേറ്റ് നോൺ എസെൻഷ്യൽ യൂസ് ഓഫ് ബാങ്ക് ക്രെഡിറ്റ്. അത് നോൺ എസെൻഷ്യൽ യൂസ് ഓഫ് ബാങ്ക് ക്രെഡിറ്റിനെ മിനിമൈസ് ചെയ്യുക. ടു കോൺസെൻട്രേറ്റ് ഓൺലി ഓൺ ദി വൾണറബിൾ സ്പോട്സ് ഓഫ് ദി ഇക്കോണമി വിത്തൗട്ട് ഹാവിങ് എ കൺട്രി വൈഡ് ഇമ്പാക്റ്റ്, അതായത് ചില സ്പെസിഫിക് സ്പോട്ടിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ടു restrict excessive consumer demand induced by high purchase and installment credit schemes. അതായത് ഹയർ പർച്ചേസ് ഇൻസ്റ്റാൾമെൻറ്റ് ക്രെഡിറ്റ് സ്കീം ഇങ്ങനെയുള്ളതിലൊക്കെ എക്സസീവായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നതിനെ റിഡ്യൂസ് ചെയ്യുക. ദെൻ ടു ഇൻഫ്ലുവൻസ് ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പൊസിഷൻ ബൈ എൻകറേജിങ് എക്സ്പോർട്സ് ഇൻഡസ്ട്രീസ്, അതായത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പൊസിഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പോർട്ട് ഇൻഡസ്ട്രീസിനെ ഹെൽപ്പ് ചെയ്യുക, സ്റ്റെബിലൈസ് ദി ഇക്കോണമി. ഇതൊക്കെയാണ് ഇതിൻ്റെ ഓബ്ജക്റ്റീവ്സ് ഓഫ് സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. എൻഷുർ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, ബാലൻസ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി കൺട്രി. ഇതൊക്കെയാണ് മെയിനായിട്ടും സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ. അതായത് ഇവിടെ നമ്മൾ ചില പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടിയിട്ട് ഇത് ഡൈവേർട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ചില പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതിനെ അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് നമ്മൾ മണി സപ്ലൈനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെക്കാനിസം എന്ന് പറയുന്നത്. Then tools that belongs to the selective credit control are discussed below. First one, regulation or variation in margin requirement. Second one, regulation of consumer credit. മൂന്നാമത്തെ rationing of credit, direct action. Then fifth one, moral suasion and publicity. ഇതിനെ 6 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂൾസ് ആണ് ഇതിന് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ, റെഗുലേഷൻ ഓർ വേരിയേഷൻ ഇൻ മാർജിൻ റിക്വയർമെൻറ്റ്. ഈ മാർജിൻ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മാർക്കറ്റ് വാല്യൂ ഓഫ് സെക്യൂരിറ്റി ആൻഡ് amount of loan sanctioned on the security. For example, if the central bank fixes a 10% margin on the value of security worth rupees 1,000, then the commercial bank can lend only rupees 900 to the holder of the security and keeps 100 with it. If the central bank raises the margin to 20%, the bank can lend only 800 against the security of 1,000. If the central bank wants to curb speculative activity, it will raise margin requirement. On the other hand, if we want to expand the credit, it reduces the margin requirements. അതായത് ഇത്രയേ ഉള്ളൂ. നമ്മൾക്ക് നമ്മുടെ കയ്യിൽ 1000 രൂപയുടെ ഒരു 1000 രൂപ വിലയുള്ള ഒരു സെക്യൂരിറ്റി ആയിട്ടുള്ള എന്തെങ്കിലും അസറ്റ്സ് നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കും. അതിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന റിക്വയർമെൻറ്റ്സ്, അതിൻ്റെ നമ്മൾ ലോൺ കൊടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു മാർജിൻ റിക്വയർമെൻറ്റ് റേറ്റ്സ് ഉണ്ടാവും, ഒരു മാർജിൻ ഫിക്സ് ചെയ്യും. അതായത് നമ്മൾക്ക് 1000 രൂപ വിലയുള്ള ഒരു സാധനത്തിന് 1000 രൂപ തന്നെ ആരും ലോൺ തരില്ല, അതിൽ കുറച്ചിട്ടുള്ള എമൗണ്ടാണ് നമുക്ക് ലോൺ കിട്ടുള്ളൂ. 1000 രൂപയുടെ സാധനത്തിന് 1000 രൂപ തന്നെ ലോൺ തരികയാണെങ്കിൽ പിന്നെ ആരും തിരിച്ചടയ്ക്കേണ്ട കാര്യമില്ല, തിരിച്ചടയ്ക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഒരു മാർജിൻ വെച്ചിട്ടാണ് ബാങ്കുകളൊക്കെ ലോൺ കൊടുക്കുക. അതേപോലെ ഇത് 10%, 20% അങ്ങനെയൊക്കെ ഫിക്സ് ചെയ്യാം. എത്രയാണ് ഗവൺമെൻറ് അതിൻ്റെ നോംസ് അനുസരിച്ച് ഫിക്സ് ചെയ്യും. അതായത് 10% ആണ് മാർജിൻ എങ്കിൽ 1000 രൂപയുള്ള ഒരു സാധനത്തിന് 10% എന്ന് പറയുമ്പോൾ 100 രൂപ കുറച്ച് 90 രൂപ കിട്ടും. അത് 20 രൂപയാണെങ്കിൽ 10 to 20% ആക്കുകയാണെങ്കിലോ 800 രൂപ കിട്ടും. അപ്പോൾ ഇങ്ങനെ മാർജിൻ റിക്വയർമെൻറ്റ്സിൽ ചേഞ്ചസ് വരുത്തിക്കൊണ്ട് മണി സപ്ലൈനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് ഇൻഫ്ലേഷണറി സിറ്റുവേഷൻ ആണെന്ന് വിചാരിക്കാം. 1000 രൂപ വിലയുള്ള ഒരു അസറ്റുമായിട്ട് നമ്മൾ ലോൺ എടുക്കാൻ ചെയ്യുന്നു. ആ അസറ്റിൻ്റെ മുകളിൽ ഇൻഫ്ലേഷണറി സിറ്റുവേഷൻ ആണെങ്കിൽ മണി സപ്ലൈ ഇക്കോണമിയിലുണ്ട്, അപ്പോൾ കൺട്രോൾ ചെയ്യണം എന്നുള്ള ഒരു വ്യൂ പോയിന്റിലാണ് സെൻട്രൽ ബാങ്ക് നിൽക്കുക. സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യും? ഇൻഫ്ലേഷണറി പീരീഡ് ആണെങ്കിൽ അത് 10% ആയിരുന്നു നേരത്തെങ്കിൽ 20%, അപ്പോൾ 800 രൂപ കിട്ടുള്ളൂ. അങ്ങനെ ഇപ്പോൾ ഡിഫ്ലേഷണറി പീരീഡ് ആണെങ്കിലോ 10% എന്നുള്ളത് ഉണ്ടായിരുന്നത് ഡിഫ്ലേഷണറി പീരീഡ് ആണ് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ചിലപ്പോൾ 5%, അപ്പോൾ 950 രൂപ ലോൺ കിട്ടും. ഇങ്ങനെ ഈ മാർജിൻ സെക്യൂരിറ്റി, മാർക്കറ്റ് വാല്യൂ സെക്യൂരിറ്റിയും ലോൺ സാങ്ഷനും ചെയ്യുന്ന എമൗണ്ടുകൾ തമ്മിലുള്ള ഡിഫറൻസിനാണ് മാർജിൻ എന്ന് പറയുന്നത്. ഈ മാർജിൻ വേരിയേഷൻ വരുത്തിക്കൊണ്ട് മണി സപ്ലൈനെ കൺട്രോൾ ചെയ്യുന്നതാണ് റെഗുലേഷൻ ഓർ വേരിയേഷൻസ് ഇൻ മാർജിൻ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. അടുത്തത് റെഗുലേഷൻ ഓഫ് കൺസ്യൂമർ ക്രെഡിറ്റ്. കൺസ്യൂമർ ക്രെഡിറ്റ് എന്ന് പറയുന്നത് മെയിനായിട്ടും ഇവിടെ നമുക്കറിയാം ഓട്ടോമൊബൈൽസ്, ഇലക്ട്രോണിക് ഗൂഡ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ലോണുകൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ലോണ് ഇൻഫ്ലേഷണറി സിറ്റുവേഷൻ ആണെങ്കിൽ
വീണ്ടും ലോൺ കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാർ കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കും, മണി സപ്ലൈ ഇൻക്രീസ്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ഇങ്ങനെയുള്ള ഹയർ പർച്ചേസ് അങ്ങനെയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ലോൺ ഇങ്ങനെയുള്ള ലോണുകൾ കൺസ്യൂമർ ഗുഡ്സ് ഡ്യൂറബിൾസ് വാങ്ങിക്കാനുള്ള ലോണുകൾ റെഡ്യൂസ് ചെയ്യും. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് റേഷനിങ് ഓഫ് ക്രെഡിറ്റ് ആണ്. റേഷനിങ് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും നമ്മൾക്ക് ഓരോ അപ്ലിക്കൻസിനും കൊടുക്കാൻ പറ്റുന്ന ക്രെഡിറ്റിൻ്റെ എമൗണ്ടിന് റേഷൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ലിമിറ്റ് വയ്ക്കുകയാണ്. ഇത് ഇൻഫ്ലേഷണറി സിറ്റുവേഷൻ ആണെങ്കിൽ അധികം ലോൺ വേണ്ട, അപ്പോൾ ലിമിറ്റ് കുറച്ചുകൊണ്ട് കുറച്ച് പൈസ കിട്ടുള്ളൂ എന്നതിലേക്കും, ഡിഫ്ലേഷണറി സിറ്റുവേഷൻ ആണെങ്കിൽ മണി സപ്ലൈ കൂട്ടുകയാണ്, അപ്പോൾ ആ ലിമിറ്റ് കൂട്ടി കുറച്ച് കൂടി ലോൺ കൊടുത്തുകൊണ്ട് നമ്മൾ മണി സപ്ലൈനെ കൺട്രോൾ ചെയ്യുക. അങ്ങനെയുള്ളതിനാണ് റേഷനിങ് ഓഫ് ക്രെഡിറ്റ് എന്നുള്ള പോളിസി യൂസ് ചെയ്യുന്നത്. അതായത് ക്രെഡിറ്റ് കൊടുക്കുന്ന ഒരു പോളിസീനെ, ആ ക്രെഡിറ്റിൻ്റെ അവൈലബിലിറ്റിനെ കൺട്രോൾ ചെയ്യുക, കൊടുക്കുന്ന ആ എമൗണ്ടിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് മണി സപ്ലൈനെ കൺട്രോൾ ചെയ്യുന്നതാണ് റേഷനിങ് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഡയറക്റ്റ് ആക്ഷൻ. ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്ക്സ് ഇൻ ഓൾ കൺട്രീസ് ഫ്രീക്വൻ്റ്ലി റിസോർട്ട് ടു ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഉപദേശിക്കുക, ആ ഒരു മീനിങ്. എല്ലാ സെൻട്രൽ ബാങ്ക് എല്ലാ കൊമേഴ്സ്യൽ ബാങ്ക്സിനും ഡയറക്ഷൻസും അതുപോലെ കാര്യങ്ങൾസും റെസ്ട്രിക്റ്റീവ് മെഷേഴ്സും ഒക്കെ ഓഫർ ചെയ്തുകൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യേണ്ട, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഡയറക്റ്റ് ആക്ഷൻ. അതായത് ഡയറക്ഷൻസ് കൊടുക്കുക. ഇക്കോണമിയിൽ മണി സപ്ലൈ കൂടുതലാണ്, അതിനനുസരിച്ച് മണി സപ്ലൈ കുറവാണ്, ഇതിനനുസരിച്ച് എന്തൊക്കെയാണ് സ്കീംസ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇതിൽ സെൻട്രൽ ബാങ്ക് എടുക്കുന്ന ചില ഡയറക്റ്റ് ആക്ഷൻ മെഷേഴ്സാണ് സെൻട്രൽ ബാങ്ക് റിഫ്യൂസസ് റീഡിസ്കൗണ്ടിങ് ഫെസിലിറ്റീസ് ടു ദി ബാങ്ക്. Then it may refuse to sanction further accommodation or loans to the banks. It may also charge a penal rate of interest for those banks which wants to borrow beyond the prescribed limit. Then central bank may even threaten commercial bank to taken over it by in case the bank fails to follow ഇറ്റ്സ് പോളിസീസ് ആൻഡ് ഇൻസ്ട്രക്ഷൻ. ഇങ്ങനെയുള്ള കുറച്ച്, അതായത് മെയിനായിട്ടും ഈ കാര്യങ്ങളൊക്കെ ഇൻഫ്ലേഷണറി സിറ്റുവേഷനിലാണ്, ഇത് കൂടുതൽ ലോൺ കൊടുക്കാതിരിക്കാൻ അങ്ങനെയുള്ള പോളിസികളൊക്കെയാണ് ഡയറക്ഷൻസ് ആയിട്ട് വരും. ഇനി മോറൽ സുവേഷൻ എന്ന് പറയുന്നത് റിക്വസ്റ്റ്, ഒരു ഇൻഫോർമൽ സജഷൻസ് ഒരു അഡ്വൈസ്, ഒരു ഉപദേശം കൊടുക്കുക എന്നുള്ളതിലാണ് മോറലൈസേഷൻ എന്നുള്ളതിൽ. ഇതിൽ സെൻട്രൽ ബാങ്ക് കുറച്ചും കൂടി സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള പോളിസീസ് ആയിരിക്കും. ദെൻ സെൻട്രൽ ബാങ്ക് കൺവീൻസ് മീറ്റിംഗ്സ് ഓഫ് ദി ഹെഡ് ഓഫ് ദി കൊമേഴ്സ്യൽ ബാങ്ക്സ്, എക്സ്പ്ലെയിൻസ് ദി നീഡ് ഫോർ ദി അഡോപ്ഷൻ ഓഫ് പർട്ടിക്കുലർ മോണിറ്ററി പോളിസി ആൻഡ് അപ്പീൽ ദം ടു സ്ട്രിക്ട്ലി ഫോളോ ഇറ്റ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതാണ് മോറൽ സുവേഷൻ എന്ന് പറയുന്നത്. അതായത് കുറച്ചും കൂടി ഉപദേശത്തിൻ്റെ ലെവൽ കുറച്ചും കൂടി കൂടുക, അതാണ് മോറൽ സുവേഷൻ എന്ന് പറയുന്നത്. ദെൻ പബ്ലിസിറ്റി എന്ന് പറയുന്നത് ലാസ്റ്റ് പോളിസിയാണ്, ലാസ്റ്റ് റിസോർട്ടാണ്. അതായത് publishes statistical data relating to money supply, prices, production, employment, capital market, etc. And publicity exerts a moral and psychological pressure on the commercial bank to follow the lines of central bank. അതായത് സെൻട്രൽ ബാങ്ക് ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ എന്താ സെൻട്രൽ ബാങ്കിൻ്റെ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഫോളോ ചെയ്യണമെന്നുള്ള ആക്ഷൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഡയറക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് പബ്ലിസിറ്റിയിൽ കൂടി ചെയ്യുന്നത്. ഇത്രയുമാണ് മെയിനായിട്ട് ഇതിൽ ക്വാളിറ്റേറ്റീവ് മെഷേഴ്സ് ആയിട്ട് വരുന്നത്. ക്വാളിറ്റേറ്റീവ് മെഷേഴ്സിൽ നമ്മൾ ഇതെല്ലാം ഒരു റെഗുലേഷൻ ഓഫ് ക്രെഡിറ്റ് ആണ് വരുന്നത്. അപ്പോൾ അത് ഏതൊക്കെ ഒരു വേരിയേഷൻസ് ഇൻ മാർജിൻ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് കിട്ടുന്ന എമൗണ്ടിലുള്ള ഡിഫറൻസ്. അതുപോലെ റെഗുലേഷൻ ഓഫ് കൺസ്യൂമർ ക്രെഡിറ്റ്, ഡ്യൂറബിൾസിനുള്ള ലോണുകൾ കുറയ്ക്കുക. അതുപോലെ റേഷനിങ് ഓഫ് ക്രെഡിറ്റിലെ ലിമിറ്റിനെ കുറയ്ക്കുക. ഡയറക്റ്റ് ആക്ഷൻ, ഇന്നത് ചെയ്യണം എന്നുള്ള ഉപദേശങ്ങൾ കൊടുക്കുക. മോറൽ സുവേഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു അഡ്വൈസ്, സജഷൻസ്, അങ്ങനെയുള്ള കാര്യം. പബ്ലിസിറ്റി, അതിൽ പബ്ലിഷ് ചെയ്യുക എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. ഇതൊക്കെയാണ് മെയിനായിട്ടും ഇതിൽ വരുന്ന കാര്യങ്ങൾ, അതായത് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് മെഷേഴ്സിൽ വരുന്ന കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മോണിറ്ററി പോളിസി പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചു വയ്ക്കണം. എന്തൊക്കെയാണ് മോണിറ്ററി പോളിസി, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ടൂൾസ്, ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് ഏതൊക്കെയാണ്, ക്വാളിറ്റേറ്റീവ് ടൂൾസ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് നോക്കി വയ്ക്കുക.